അന്യനും താനും ഒക്കെ ഒന്നാണ്. ഭാഗവതത്തിൽ കപിലൻ അമ്മയോട് പറയുന്നു, അമ്മേ ആത്മനശ്ച പരസ്യാപി യക്കരോത്യന്തരോദരൻ തസ്യ ഭിന്നദൃശോ മൃത്യുർവിദധേ ഭയം ഉത്ബണം. താനും അന്യനും രണ്ടാണെന്ന് ആര് കാണുന്നുവോ അവന് മരണം സദാ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവന് സത്യം തെളിയില്ല. അവനെപ്പോഴും ജഡം സത്യമാണെന്ന് കരുതുന്നു. നാമരൂപം പോകുന്നതും വരുന്നതുമാണ് ജനനവും മരണവും. ജഡം സത്യമെന്ന് കരുതുന്നവന് സദാ മരണഭയം നിലനിൽക്കും. അപ്പോ സത്യം എന്താണെന്ന് ഉറപ്പിച്ച് ആ സത്യം അനുഭവിക്കത്തക്ക രീതിയിൽ ഒക്കെ ഈശ്വര പൂജയായി കരുതി കർമ്മം ചെയ്യൂ. ഒക്കെ ഈശ്വരൻ. ഇത് ഈ സത്യം മനസ്സുകൊണ്ട് ഉറപ്പിക്കണം. അല്ലാതെ ഇവിടെ യാതൊരു രക്ഷയുമില്ല. എന്താ ഇതിന് പ്രയാസം? ശാസ്ത്രീയമായി സത്യം മനസ്സിലാക്കിയാൽ സർവവും ബ്രഹ്മമാണെന്നുള്ളതിൽ എന്താ സംശയം? സകലതും ബോധമയമാണെന്നുള്ളതിൽ ആർക്കാണ് സംശയം? ഇതുറപ്പുണ്ടെങ്കിൽ അത് ഓർമ്മിച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും. നേരെ മറിച്ച് ഞാനും അന്യനും രണ്ടാണ്. ഒരുവന് നല്ലതും അന്യനല്ലല്ലും ചേർപ്പൊരു തൊഴിൽ. എനിക്ക് നന്മ വരണം, അവൻ നശിക്കണം. അല്ലെങ്കിൽ അവന് നന്മ വരുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ കരുതി ഒരാൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ ആത്മവിരോധി. ആത്മാവ് അയാൾക്കൊരിക്കലും തെളിയില്ല. അയാളുടെ കർമ്മം മുഴുവൻ ഉണ്ടായി നശിക്കുന്നതായി തോന്നുന്ന ജഡത്തെ ആശ്രയിച്ചാണ്. ജഡത്തെ. അതുകൊണ്ടാണ് കപിലൻ അമ്മയോട് പറയുന്നത്, തനിക്കും അന്യനും ഭേദമുണ്ടെന്ന് കരുതുന്നയാളിനെ മരണം സദാ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. സദാ. നമ്മളിന്ന് കാണുന്നില്ലേ, എത്ര പേരാണ് ദിവസേന എന്തെല്ലാം കാരണങ്ങളിൽ മരിച്ചു പോകുന്നു. ഇവരൊക്കെ എന്തെങ്കിലും സ്വസ്ഥത അനുഭവിച്ചിട്ടാണോ മരിക്കുന്നത്? സത്യമറിയാത്ത ആൾക്ക് ഒരിക്കലും ഒരു സ്വസ്ഥതയും ഉണ്ടാകാൻ സാധ്യമേ അല്ല. അതുകൊണ്ട് ഒരുവന് നല്ലതും അന്യനല്ലല്ലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി. ആത്മാവിനെ അനുഭവിക്കാൻ തടസ്സമായിരിക്കും. അങ്ങനെയുള്ളയാൾ ആത്മാവിനെ ചിന്തിക്കുന്നു പോലുമില്ല. മറ്റൊരാളിന് ദുഃഖം വരണമെന്ന് ആഗ്രഹിക്കുന്നയാൾ ആത്മാവിനെ എന്തെന്നറിയുന്നില്ല.